പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലോ, ഈ വിശപ്പ് സഹിച്ചുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് പരിശുദ്ധമായ റമളാൻ മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലോ, ലൗലാ അന്ന ശയാത്വീന ലയഹൂമൂന, പിശാചുക്കൾ മനുഷ്യന്റെ ശരീരത്തിന്റെ മനുഷ്യന്റെ രക്തധമനികളിലൂടെ ഒഴുകി കളിക്കുമായിരുന്നില്ല എങ്കിൽ ലനളറൂ ഇലാ മലകൂതി സമാ, ആകാശങ്ങളിലുള്ള അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഈ സദസ്സിലിരിക്കുമ്പോ, ഇവിടെ ഇരിക്കുമ്പോ എന്താണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത്, നമ്മുടെ മനസ്സകങ്ങളിലുള്ളത് എന്താണെന്ന് ഒരു സദസ്സിലിരിക്കുമ്പോ, ഒരു വീട്ടിലിരിക്കുമ്പോ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും. എന്ത് ചെയ്യണം? പിശാചിനെ അകറ്റണം. ലൗലാ അന്ന ശയാത്വീന ലയഹൂമൂന അലാ ഖുലൂബി ബനി ആദം, ആദം സന്തതികളുടെ ഹൃദയത്തിന്റെ ധമനികളിലൂടെ, നാഡീ ഞരമ്പുകളിലൂടെ പിശാചിന്റെ കറക്കങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ലനളറൂ ഇലാ മലകൂതി സമാ, ആകാശങ്ങളിലുള്ള നിഗൂഢതകൾ, അദൃശ്യ ലോകങ്ങളിലുള്ള അത്ഭുതങ്ങൾ അവന് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ പിശാചിനെ അകറ്റാനുള്ള വഴിയാണ് പരിശുദ്ധമായ റമളാൻ. ഈ റമളാൻ അതിനുള്ളൊരു വഴിയാവട്ടെ, അതിനുള്ളൊരു പാഠമാവട്ടെ. സഹനം, സമരം, സമർപ്പണം എന്ന ഒരു പ്രമേയം SKSSFന്റെ പ്രവർത്തകർ ഉയർത്തി കാട്ടുമ്പോ നമ്മുടെ ലക്ഷ്യവും അതായിരിക്കട്ടെ. സഹനം വേണം, സമരം വേണം, ജീവിതം സമർപ്പിക്കണം, പടച്ച റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ തെറ്റിൽ നിന്ന് അകലാനുള്ള മാർഗം നമ്മൾ വിശപ്പ് സഹിക്കുക എന്നതാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും യുദ്ധം ചെയ്തിങ്ങോട്ട് മടങ്ങിവരാണ്. അപ്പോഴാണ് ഒരു സഹോദരി അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. അടുപ്പത്ത് തീ വെച്ചുകൊണ്ട് എന്തോ ഒന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ, അവളുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. ആ അടുപ്പത്ത് നിന്ന് തീ ഇങ്ങനെ ആളിക്കത്തുമ്പോഴേക്കും കയ്യിലുള്ള കുഞ്ഞിനെ മാറ്റി നിർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിയിലൂടെ പോകുമ്പോൾ ചോദിച്ചു, മനിൽ ഖൗം, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാൻ? അപ്പോഴാണ് അവർ പറഞ്ഞത്, നഹ്നു മിനൽ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. അപ്പോഴേക്കും ഒരു പെണ്ണ് വന്നു, ഹൽ അൻത റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനാണോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അപ്പോഴാണ് ആ പെണ്ണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. വല്ലാത്ത ചോദ്യമായിരുന്നു അത്. ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും അങ്ങേക്ക് ദണ്ഡം, അങ്ങേക്ക് സമർപ്പിക്കുന്നു. അലൈസല്ലാഹു ബിഅർഹമിർ റഹീമീൻ, അല്ലാഹു കാരുണ്യവാനാണല്ലേ, അല്ലാഹു കാരുണ്യം ചെയ്യുന്നവനാണല്ലോ, അല്ലാഹു റഹ്മത്ത് ചെയ്യുന്ന ആളല്ലേ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ തൊട്ടടുത്തുള്ള അടുപ്പ് കാണിച്ചുകൊണ്ട് ആ സഹോദരി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങളല്ലേ പറഞ്ഞത് അല്ലാഹു കാരുണ്യവാനാണെന്ന്? എന്നാൽ എന്റെ കയ്യിലുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ ഈ അടുപ്പത്തേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞുവല്ലോ, അന അർഹമു ലിൽ അബ്ദി അന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ, ഒരു ഉമ്മയ്ക്ക് മക്കളോട് എത്ര സ്നേഹമുണ്ട്, ഒരു ഉമ്മയ്ക്ക് മക്കളോട് എത്ര കാരുണ്യമുണ്ട്, അതിനേക്കാളും കാരുണ്യം പടച്ച റബ്ബിന് അടിമകളോടുണ്ട് എന്നല്ലേ താങ്കൾ പഠിപ്പിച്ചത്? എന്നാൽ എന്റെ കൈക്കുമ്പിളിലുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ നരകത്തിലേക്കോ അടുപ്പത്തേക്കോ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോഴാണ് ആ സഹോദരി അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, എന്നാൽ എനിക്ക് ഈ മകനോടുള്ള കാരുണ്യത്തെക്കാളും കാരുണ്യം പടച്ച റബ്ബിന് എന്നോടുണ്ടല്ലോ, അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അടിമകളെ നരകത്തിലേക്ക് വലിച്ചെറിയുമോ എന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയത്. അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. എന്നിട്ട് ഹബീബ് മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു മിൻ ഇബാദിഹി, അല്ലാഹു തആല അവന്റെ അടിമകളിൽ നിന്ന് ആരെയാണ് ശിക്ഷിക്കുന്നത്, ആരെയാണ് അല്ലാഹുവിന്റെ അദാബുകൾ ഇറക്കുന്നത്, ആരുടെ പേരിലാണ്, ആരോടാണ് കാരുണ്യം കാണിക്കാത്തത്? ഇന്നല്ലാഹ ലാ യുഅദ്ദിബു മിൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളെ അല്ലാഹു ശിക്ഷിക്കൂല. ഇല്ലൽ മാരിദശ്ശാരിദൽ മുതമദ്ദിദ്, അഹങ്കാരികളും ധിക്കാരികളും അതേപോലെ തിന്മകൾ പരസ്യമാക്കുന്നവർ, തിന്മകളെ ലഘൂകരിച്ച് കാണുന്നവർ, അറിയാതെ തെറ്റ് ചെയ്യുന്നവർ,
ചെയ്യുന്ന ആളുകളെയല്ല, അവന്റെ ഏതെങ്കിലും ദുർബലമായ നൈമിഷിക താല്പര്യങ്ങൾക്ക് വേണ്ടി ശരീരം അറിയാതെ പെട്ടുപോയവരെയല്ല, മനഃപൂർവ്വം നിരന്തരമായി തിന്മകൾ ലഘൂകരിച്ചു കണ്ട് ആളുകളുടെ മുമ്പിൽ ഒരു മടിയുമില്ല നമ്മോട് പറഞ്ഞു തരുമ്പോ അല്ലാഹു തആല ആരെയാണ് ശിക്ഷിക്കുന്നത്, ആർക്കാണ് പണിഷ്മെന്റ് ലഭിക്കുന്നത്, ആർക്കാണ് അദാബുകൾ ഇറങ്ങുന്നത്, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. അല്ലാഹു പറയുകയാണ് പരിശുദ്ധമായ ഖുർആനിൽ, അല്ലാഹു ആർക്കാണ് മാപ്പ് നൽകുന്നത്, അല്ലാഹു ആരെയാണ് ശിക്ഷിക്കുന്നത്, ആരോടാണ് പടച്ച റബ്ബിന്റെ ദേഷ്യമുള്ളത്, ആരോടാണ് സ്നേഹമുള്ളത് എന്നൊക്കെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നവർ രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യുക, രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യുക. ഒരു കൂട്ടം ആളുകൾ ഇമ്മാ റജുലുൻ യഖഉ ഫിൽ മഅസിയതി ഹുബ്ബൻ ലഹാ, ഒന്നാമത്തെ ആൾ തെറ്റ് ചെയ്യുന്നു, അയാൾക്ക് തെറ്റിനോട് താല്പര്യമുണ്ട്. കള്ളു കുടിക്കാൻ അറിയാതെ കുടിച്ചുപോയതല്ല, നിരന്തരമായി കുടിക്കാൻ. വ്യഭിചരിക്കുകയാണ്, അറിയാതെ പെട്ടുപോയതല്ല, നിരന്തരമായി വ്യഭിചരിക്കുക. കഞ്ചാവടിക്കാൻ നിരന്തരമായി ചെയ്യാം, കളവ് പറയാൻ നിരന്തരമായി ചെയ്യാം. അതേപോലെ മറ്റുള്ള തിന്മകൾ, കണ്ണ് നിയന്ത്രിക്കാത്തത്, ചെവി നിയന്ത്രിക്കാത്തത്, ജീവിതത്തിന്റെ സകല മേഖലകളിലും വരുന്ന തിന്മകൾ നിരന്തരമായി ആ തിന്മകളുടെ ഗൗരവം പരിഗണിക്കാതെ, തിന്മകളുടെ പ്രാധാന്യം, തിന്മകളുടെ ഗൗരവം മനസ്സിലാക്കാതെ നിരന്തരമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ, അവർക്കാണ് അല്ലാഹു മാപ്പ് നൽകാതിരിക്കുന്നത്, അവർക്കാണ് അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കാം. രണ്ടാമത്തെ ടീം ആരാണ്? അയാൾക്ക് തെറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അയാൾക്ക് തെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല, അദ്ദേഹത്തിന് നന്മ ചെയ്യാനാണ് ആഗ്രഹം, പക്ഷേ ഏതെങ്കിലും അറിയാതെ പെട്ടുപോവാൻ, അങ്ങനെ പെട്ടുപോകുമ്പോഴേക്കും അയാൾ തൗബ ചെയ്യും. ആദ്യത്തെ പറഞ്ഞ ആൾ, അയാൾ നിരന്തരമായി തെറ്റ് ചെയ്യും, അയാൾ തൗബ ചെയ്യൂല, അയാൾക്കത് തെറ്റായി തോന്നൂല എന്ന്, അയാൾക്കത് തെറ്റാണെന്ന് തോന്നൂല. തുഅറലുൽ ഫിത്നു അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവല്ലോ, തുഅറലുൽ ഫിത്നു അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ. തിന്മകൾ ഒന്നിന് പിറകെ ഒന്നായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്, നമ്മുടെ അടുത്തേക്ക് വെളിവാവുകയാണ്. തുഅറലു, തിന്മകൾ ഇങ്ങോട്ട് കടന്നു വരികയാണ്. കൽ ഹസീരി ഊദൻ ഊദാ, നമ്മുടെ പായകളുടെ സ്ട്രോകൾ ഒന്നിന് പിറകെ ഒന്നായി അട്ടിവെച്ചതുപോലെ, ഒരു ഫിത്ന കഴിഞ്ഞാൽ ഒരു ഫിത്ന, മറ്റൊരു ഫിത്ന കഴിഞ്ഞാൽ മറ്റൊന്ന്, അങ്ങനെ നിരന്തരമായി തിന്മകൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. ഫമൻ ഉശ്രിബഹാ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് രസമാണെന്ന് തോന്നുന്ന ആളുകൾ, നിരന്തരമായി ലാഘവത്തോടെ ചെയ്യുന്ന ആളുകൾ. ഫമൻ ഉശ്രിബഹാ, ഒരു തെറ്റൊരാൾ ചെയ്യുകയാണ്, അന്യ സ്ത്രീകളെ ഒരാൾ ദർശിക്കുകയാണ്, അന്യ സ്ത്രീകളെ ഒരാൾ കാണുകയാണ്, അത് വളരെ സിമ്പിളായി, ഇതൊന്നും വലിയ പ്രശ്നമില്ല, നിരന്തരമായി കാണാൻ, ഇത് കണ്ടപ്പോൾ അയാൾക്കൊരു വിഷമമില്ല, പടച്ചറപ്പിനോടുള്ള പേടിയില്ല, തൗബയില്ല, ഇസ്തിഗ്ഫാറുമില്ല, ഇതിങ്ങനെ കാണന്നെ, പിന്നെ അടുത്തത് വരുമ്പോ അടുത്തതും കാണാം, പിന്നെ വീണ്ടും കാണാം, വീണ്ടും കാണാം, ഇതേ ഒരു അവസ്ഥയാണെങ്കിൽ ഇതിനോട് താല്പര്യം ഒരാൾക്കുണ്ടായാൽ, ഇത് ടേസ്റ്റ് പിടിച്ചാൽ, ഇതിനോട് വല്ലാത്ത ഇൻട്രസ്റ്റ് ഉണ്ടായാൽ, വല്ലാത്ത താല്പര്യം ഉണ്ടായാൽ, അപ്പോഴാണ് അല്ലാഹു തആല അവന്റെ ഹൃദയങ്ങളെ കറുപ്പിച്ചു കളയുന്നത്. അവന്റെ ഹൃദയങ്ങളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കറുപ്പിച്ചു കളയും. ഒരു പ്രാവശ്യം മയക്കുമരുന്ന് ഉപയോഗിച്ചവനല്ല, ഒരൊറ്റൊരു തവണയെ ഉപയോഗിച്ചിട്ടുള്ളൂ, അയാൾ അപ്പോഴേക്കും തൗബ ചെയ്തു മടങ്ങി, അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. പിന്നെ നിരന്തരമായി ഒരു മടിയുമില്ലാതെ വളരെ രാഗവത്തോടെ ഇത് ആവർത്തിക്കുമ്പോഴേക്കും അല്ലാഹുവിന്റെ മാപ്പ് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണത്. അതുകൊണ്ട് രണ്ട് ടീമാണ് ആളുകൾ, രണ്ട് വിധത്തിലാണ് ആളുകൾ ഉള്ളത്. ഒന്നാമത്തെ കൂട്ടം, തെറ്റിനോട് അവർക്ക് താല്പര്യമുണ്ട്, അവർ നിരന്തരമായി ചെയ്യുന്നു, അവർക്കതിൽ വിഷമമില്ല, അവർക്കതിൽ ഖേദമില്ല. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹുവിന്റെ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ അവരിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കൂട്ടം,
അവർക്ക് നന്മയോടാണ് താല്പര്യമുള്ളത്. എന്നാലും ഇടയ്ക്കിടെ എന്തെങ്കിലും തെറ്റുകൾ വരാറുണ്ട്. വന്നപ്പോഴേക്കും സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാൻ അവർ തയ്യാറാണ്. അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. അതാണ് ഖുർആൻ പറഞ്ഞത്.